ഹായ് ഓൾ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് നിങ്ങൾ ഒരു അണ്ടർവെയർസ് മേടിക്കുമ്പോൾ ഫസ്റ്റ് എന്തൊക്കെയാണ് നോക്കുക? അതിൻ്റെ ബ്രാൻഡാണോ, അതോ അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സോ, അതോ അതിൻ്റെ പ്രൈസാണോ? നിങ്ങൾ ഫാബ്രിക്സ് നോക്കാറുണ്ടോ? ഫോർ എക്സാമ്പിൾ കോട്ടൺ. കോട്ടൺ കൊണ്ടുള്ള അണ്ടർവെയർസ് ആയിരിക്കും നമുക്ക് ആദ്യം തന്നെ വിയർ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. എന്താണ്, ബ്രീത്തബിൾ ആണ്, അതുപോലെ കംഫർട്ടബിൾ ആണ്, ഡെയിലി യൂസിന് നല്ലതാണ്, പിന്നെ പ്രൈസും കുറവാണ്. പക്ഷേ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വാക്കിങ്ങിനോ റണ്ണിങ്ങിനോ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ കോട്ടൺ കൊണ്ടുള്ള അണ്ടർവെയർ ശരിക്കും നല്ലതാണോ? എന്താ വെച്ചാൽ ഈ കോട്ടൺ അണ്ടർവെയർസ് നന്നായിട്ട് സ്വെറ്റ് അബ്സോർബ് ചെയ്യും, പക്ഷേ അതേപോലെ സ്വെറ്റിനെ അവിടെ തന്നെ പിടിച്ചു വെക്കും. ഡ്രൈ ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് പോളിയസ്റ്ററിന്റെ ഹൈ പെർഫോമൻസ് ഫാബ്രിക്സ് ഇന്ന് സ്പോർട്സ് ആക്ടിവിറ്റീസിനും അതേപോലെ തന്നെ ഏതോ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടിനും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് നൈലോൺ പ്ലസ് സ്പാൻഡെക്സ് ഹൈബ്രിഡ്. അപ്പോൾ ഇത്തരം ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടിന്റെ സമയത്ത് ഇത്തരം ഫാബ്രിക്സ് കൊണ്ടുള്ള അണ്ടർവെയർസ് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഇപ്പോഴത്തെ പ്രീമിയം അണ്ടർവെയർസ് ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നതുമായ ഒരു മെറ്റീരിയലാണ് മോഡൽ എന്ന് പറയുന്നത്. മോഡൽ ഉണ്ട്, പിന്നെ അതിന്റെ തന്നെ പ്രീമിയം ആയ മൈക്രോ മോഡൽ ഫാബ്രിക്സും അവൈലബിൾ ആണ്. ബ്രീത്തബിൾ ആണ്, കംഫർട്ടബിൾ ആണ്, ഡെയിലി യൂസിനും ഓഫീസ് യൂസിനും ഒക്കെ അടിപൊളിയാണ്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലിസ്റ്റ്, ബാംബു ഫാബ്രിക്. നല്ല ഹോട്ട് വെതറിനും അതേപോലെ തന്നെ ഓർഡർലെസ് ആയിട്ട് കീപ്പ് ചെയ്യാനൊക്കെ ബാംബു ഫാബ്രിക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്.